ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റത് അടുപ്പിൽ തന്നെയാണ് ചോറ് കറിയൊക്കെ വെക്കാറ് കേട്ടോ. മാക്സിമം ഞാനപ്പോൾ ഇത് അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറിന് അരി ഇടുകയാണ്. അതിൻ്റെ ഇടയിൽ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വിചാരിക്കുന്നു, ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ചായി, ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചോറിന് അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായയായി വന്നിട്ടുണ്ട്. ചായ ഞാനിത് എനിക്ക് കുടിക്കാനല്ല കേട്ടോ, അച്ഛന് കുടിക്കാനാണ്. അപ്പോൾ ഞാൻ അച്ഛന് ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് മുറ്റമൊക്കെ അടിച്ചു വിടാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബർ ഇപ്പോഴും കുറവാണ് കേട്ടോ, അത് കാരണമാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മക്കളൊന്നും എണീറ്റിട്ടില്ല, ഉറങ്ങുകയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് വെച്ച് അത് വേവാനായിട്ട് വെക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ചോറും ഒരു കറിയും വെക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും മോൻ എണീറ്റത് കാരണം പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ നിർത്തി വെച്ചു. അപ്പോൾ അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. ചോറ് വന്നിട്ട് ഞാൻ ഇതെടുത്തിട്ട് നേരെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചാക്സണിൽ ഇറക്കി വെക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴും നോക്കിയത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. ഇന്ന് ഞാൻ ഡയറക്റ്റ് അതിലേക്ക് പാത്രം ഇറക്കി വയ്ക്കുന്നു ചെയ്ത്. അപ്പോൾ നമ്മൾ കറി അപ്പോഴേക്കും ഇഡ്ഡലി റെഡിയായി വന്നിട്ട് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് മുരിങ്ങ കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പരിപ്പ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കത് ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടി ഞാൻ ഒഴിക്കുകയാണ്. കുറച്ച് ചട്നി അരയ്ക്കാൻ വേണ്ടി തേങ്ങയും പച്ചമുളകും പൊരികടലയും എടുത്തിട്ട് നമ്മൾ ചട്നി അരയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ഇഡ്ഡലി വെന്തതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോഴേക്കും ഇവിടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി ചെറിയുള്ളിയൊക്കെ ഞാൻ അരപ്പ് ചേർത്ത് അരപ്പ് തിളയ്ക്കാറാകുമ്പോഴാണ് ഞാൻ മുരിങ്ങയില ഇടുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ മുരിങ്ങക്കറി വയ്ക്കുക. അല്ല, ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വയ്ക്കുക. ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ മുരിങ്ങയില കഴുകും കേട്ടോ. ഊരി കഴിഞ്ഞിട്ട് കഴുകും. ചിലവർ നേരത്തെ ഊരുന്നതിന് മുന്നേ മുരിങ്ങയില കഴുകുന്നവരുണ്ടാവില്ലേ, ഞാൻ ഊരി കഴിഞ്ഞിട്ട് കഴുകുക. അപ്പോൾ അങ്ങനെ കറി അവിടെ റെഡി ആവട്ടെ. അവിടെ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്. ഞാനിതിങ്ങനെ സ്പീഡിലായി രണ്ടും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈ തട്ടി പാത്രത്തിൽ നിന്ന് വെള്ളം മറിഞ്ഞു പോയതാണ്. അത് തുടച്ചിട്ടില്ല, തുടയ്ക്കാൻ പോകുന്നതല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ചോറും കറിയും ആയിട്ട് ഞാൻ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ മോൻ എണീറ്റ് വന്നത് കേട്ടോ. അവൻ എണീച്ച് വന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവനെ എടുക്കാൻ വേണ്ടിയിട്ട് കഴുകുന്നത് പകുതിയാക്കി നിർത്തിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.